മരിവാരം മുഹറം 10 അള്ളാഹുവിൻ്റെ മഹത്തായ ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിച്ചിട്ടുള്ള അള്ളാഹിൻ്റെ വലിയ സഹായം, വലിയ ഫതഹ് നൽകപ്പെട്ടിട്ടുള്ള ദിവസമാണ്. നമ്മളെപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട സംഭവം, അതിൻ്റെ ഒരു സ്മരണ എന്ന നിലയിലാണ് ഇതിൻ്റെ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പിൻ്റെ പശ്ചാത്തലം. യൗമു ആശൂറ യൗമു മിൻ അയ്യാമില്ലാഹ് എന്നാണ്. ആശൂറ അള്ളാഹുവിൻ്റെ ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പവിത്രമായ ദിവസങ്ങൾ. വദക്കിറുഹും ബി അയ്യാമില്ലാഹ് എന്ന് പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ ദിവസങ്ങൾ എന്നറിയപ്പെടുന്ന ചില പ്രത്യേക ദിവസങ്ങൾ. ആ ദിവസങ്ങളെ നിങ്ങൾ ജനങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം എന്ന് മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞത് വിശുദ്ധ ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. അതനുസരിച്ചാണ് മൂസാ നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തോട് ഈ സംഭവം വിശദീകരിച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ മഹത്തായ ദിവസങ്ങളിൽപ്പെട്ട ഒരു പ്രത്യേക ദിവസമാണ്. ഇന്നത്തെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മഴക്കെടുതികളും പനികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമായതിനാൽ ഇന്നത്തെ ദിവസം ജനങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു പ്രാർത്ഥന നടത്തണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞിരുന്നു, മഹലിന്റെ ഗ്രൂപ്പിലൊക്കെ അതിന്റെ പരസ്യം നൽകിയിരുന്നു. എന്നാലും അത് വേണ്ടത്ര ജനങ്ങളിലേക്ക് അത് യേശുകയില്ല. എന്താ വെച്ചാൽ നമ്മളെ ഈമാന്റെ കുറവുകൊണ്ട് തന്നെ ദോഷങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന കൽബിന്റെ ഉള്ളിലേക്ക് ഇത്തരം വിഷയങ്ങൾ തുറന്നു കിട്ടാൻ വലിയ പണിയാണ്. റമദാൻ മാസത്ത് തുറക്കണം അത്ര മറ്റുള്ള സമയങ്ങളിൽ തുറന്നു കിട്ടൂല. കാരണം റമദാൻ മാസത്തിൽ ശൈത്താന്മാരെ പിടിച്ച് കെട്ടിയിടുന്നു. ആകാശത്തിന്റെ വാതിലുകൾ തുറന്നു തരും, നരകത്തിന്റെ വാതിൽ അടക്കും, സ്വർഗത്തിന്റെ വാതിൽ തുറക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്തരം മജ്‌ലിസുകളിൽ നിൽക്കാനുള്ള അവകാശം ഇല്ല എന്നുള്ളതാണ്. അതായത് നമ്മളതിൽ യോഗ്യരല്ല. കാരണം അതിനത്ര ദോഷങ്ങളെ കൊണ്ട് നമ്മളെ കൽബ് മൂടപ്പെട്ടിരിക്കണം. അതുകൊണ്ട് പുണ്യ ദിവസങ്ങളെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. തൗഫീഖിനെ നിഷേധിക്കപ്പെടുന്ന ദോഷങ്ങളുടെ ഭാരണ്ടായാൽ റമദാൻ മാസത്തില് എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യും, ഈ അനുഗ്രഹം നൽകുന്നത് കൊണ്ട് തൗഫീഖ് കുറെ ആളുകൾക്ക് അവന്റെ ഔദാര്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് റമദാൻ മാസത്തിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാവാനുള്ള കാരണം. സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നുള്ളതിന്റെ തഫ്സീറിൽ കാണാം, ജനങ്ങൾക്ക് ഹൈറായ കാര്യങ്ങൾക്കുള്ള തൗഫീഖ് അല്ലാഹു തആല വെറുതെ കൊടുക്കുകയാണ്. അല്ലാഹു ദോഷങ്ങളെ കൊണ്ട് നമുക്ക് ഒരുപാട് ഹൈറുകളെ വിലങ്ങി വച്ചിരിക്കും. ദോഷങ്ങളാണ് അതിന്റെ കാരണം. പക്ഷെ റമദാൻ മാസത്തിൽ എന്ത് ചെയ്യും, ദോഷങ്ങൾ ചെയ്തവർക്കും അല്ലാഹു തആല തുറന്നു കൊടുക്കും. അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ നമ്മൾ എന്താവില്ല, റമദാനിൽ കൂടുന്നത്ര ജനങ്ങൾ ഇതിനൊന്നും കൂടി കിട്ടൂല എന്നുള്ളത് കാര്യം. ജനങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് ഈ മജ്‌ലിസിന്റെ മഹത്വങ്ങൾ മനസ്സിലാവുക. ചോദിക്കാനുള്ളത് എപ്പോഴാണെന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും ദിവസത്തിന്റെ വലിപ്പം വലിയതാണല്ലോ. അപ്പൊ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ചോദിച്ചാൽ ഈറ്റങ്ങള് ദോഷികളാണെങ്കിലും അവരിങ്ങനെ ഒരുമിച്ച് കൂടിയല്ലോ എന്ന ഒരു നോട്ടമെങ്കിലും അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് നമുക്കുണ്ടായാൽ, ഏതെങ്കിലും ഒരു ദുആക്ക് ഇജാബത്ത് കിട്ടിയാൽ എത്ര ഭാഗ്യമാണ്. ഇപ്പൊ ഇന്ന് തന്നെ ഇങ്ങനെ ഒരു ദുആ നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ എത്ര ആളുകൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നു എന്നാണ് മനസ്സിലാക്കി. ഇതൊക്കെ ജനങ്ങളുടെ വിഷമമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു ദുആ ഉണ്ട്, ഒരു സ്വലാത്ത് ഉണ്ട് എന്ന് അറിയുമ്പോൾ ആ ദുആ ആ സദസ്സിൽ വെച്ച് എനിക്കൊരു പ്രാർത്ഥന നടത്തി തരണം എന്ന് പറയാൻ സങ്കടങ്ങൾ വിഷമവുമായി വരുന്ന എത്ര ആളുകൾ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. അപ്പൊ അവര് ജനങ്ങളെ വിഷമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വരാം, എന്നൊരു പ്രശ്നമില്ലാന്ന്. കാരണം നാളെ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേര് വേറെ കാര്യം. ഒരു ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ 15 വർഷം മുമ്പറ്റ നമ്മുടെ ശരീരത്തിൽ കയറി കൂടുന്നവരാണ്. ഇത് എൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴാണ് നമ്മളിത് അറിയാം.
അപ്പൊ നമ്മളൊക്കെ വലിയ ആരോഗ്യവാന്മാരാണ്, ഇപ്പൊ ഒന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. എപ്പോഴത് വലിയ രോഗികളായി മാറാമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കഴിയുന്നതും നല്ല സദസ്സുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തൗസിയത്ത് ചെയ്യേണ്ട സമയമാണ്. ഭാര്യ മക്കൾക്കും കുടുംബങ്ങൾക്കും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഒരു ദിവസമാണ്. ഒരുപാട് സംഭവങ്ങൾ കിതാബുകളിലൊക്കെ കാണാൻ കഴിയും. ഇർഷാദിൽ മംസലുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് പിരിയാം. ഒരു വക്കാന ഫിൽ റിയ്യി ഖാദിൻ ഗനിയ്യുൻ എന്ന് പറഞ്ഞിട്ടൊരു ചരിത്രം പറയും. റിയ്യി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു സമ്പന്നനായ ഖാദി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനടുക്കൽ മുഹറം 10 ദിവസത്തിൽ ഒരാൾ ചില ധർമ്മങ്ങൾ ചോദിച്ചു കൊണ്ടുവന്നു, ചുരുക്കി പറയാൻ. അപ്പൊ അദ്ദേഹം അത് കൊടുത്തില്ല. ആദ്യം ദുഹറിന് വരാൻ പറഞ്ഞു, പിന്നെ അസറിന് വരാൻ പറഞ്ഞു. അസറിന് വന്നപ്പോൾ അയാൾ വെറുതെ തിരിച്ചയച്ചു. അപ്പൊ അയാൾ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു നസ്രാനിയായ മനുഷ്യന്റെ വീടിന്റെ അരികിലൂടെ പോവാണ്. അപ്പൊ അവിടെ എത്തിയപ്പോൾ ആ നസ്രാനിന്റെ പേരിലൊന്ന് കയറി ചോദിച്ചാലോ എന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പൊ ഇയാൾ ചെന്നിട്ട് ഈ ദിവസത്തിന്റെ ബഹുമാനം വെച്ച് എന്തെങ്കിലും ചില സഹായങ്ങൾ തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ചോദിച്ചു, ഇത് ഏതാണ് ദിവസം? അപ്പൊ അയാൾ ഈ മുഹറം 10 മഹത്വമൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഈ ചോദിച്ച സാധനങ്ങളിൽ ഏറെ ഇയാൾക്ക് നൽകുകയും എല്ലാ വർഷവും, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എല്ലാ വർഷവും നിങ്ങൾ ഇതേ ധർമ്മം എൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങണം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഇയാൾ സന്തോഷത്തോടുകൂടെ ഈ ധർമ്മം സ്വീകരിച്ചു പോയി. അന്ന് രാത്രി ഈ മനുഷ്യനെ, ധർമ്മം ചോദിച്ചു വന്ന മനുഷ്യനെ തിരിച്ചയച്ച ഈ ഖാദി എന്ത് ചെയ്തു? ഒരു രാത്രിയിൽ ഒരു സ്വപ്നം കാണാൻ. എന്താണ് സ്വപ്നം? ഇയാളുടെ അടുക്കൽ വലിയ 2 മണിമാളികകൾ, 2 കോട്ടകൾ കാണുകയാണ്. ഈ കോട്ടയുടെ മനോഹാരിത കൊണ്ട് ഇയാൾ ചോദിച്ചു, ഇത് ആർക്കുള്ളതാണ്? അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നലെ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന ആ മനുഷ്യന് വേണ്ടതൊക്കെ നിങ്ങൾ നൽകിയിരുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. പക്ഷേ ഇത് നിങ്ങൾ അയാൾ തിരിച്ചയച്ചതിന്റെ പേരിൽ ആ മനുഷ്യനെ, ഒരു നസ്രാനിയായ മനുഷ്യനെ സഹായിച്ചു, അയാൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണിത് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ആകെ ഉറക്കിൽ നിന്ന് ഉണർന്ന് വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് ഈ നസ്രാനിയാകുന്ന മനുഷ്യനെ കണ്ടെത്തുകയാണ്. അങ്ങനെ കണ്ടെത്തി അയാളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അയാൾ ഈ ധർമ്മം ചെയ്ത വിഷയം അയാളോട് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 1,00,000 ദിർഹംസ് തരാം, നിങ്ങൾ ആ കോട്ട നിങ്ങൾ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അത് ഞാൻ ഒരിക്കലും തരൂല എന്ന് പറയുകയാണ്. ഇയാളൊരു നസ്രാനിയായ മനുഷ്യനാണ്. അപ്പോൾ നിങ്ങൾ നസ്രാനി ആയതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ എന്തില്ല, ഇടമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പൂനൂൽ വേഷമൊക്കെ ഒഴിവാക്കിയിട്ട്, അദ്ദേഹത്തിന്റെ മതചിഹ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഇത് മുഹറം 10 മഹത്വമായി ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് തങ്ങൾ എഴുതി വെച്ചതിലാണ്. അതുപോലെ തന്നെ അത്തിയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ മിസ്റിൽ ഉള്ള ഒരാളാണ്. വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ, സമ്പത്തൊക്കെ പൊളിഞ്ഞ് വളരെ ദരിദ്രനായി മാറി. ഈ മുഹറം 10 ദിവസത്തിൽ അംർ ഇബ്നുൽ ആസി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയുണ്ട് മിസ്റിൽ. ആ പള്ളിയിൽ എന്ത് ചെയ്യും? മുഹറം 10 പ്രത്യേകമായ പ്രാർത്ഥന നടക്കും. ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ സ്ത്രീകളൊക്കെ പള്ളിയുടെ ചാരത്ത് വന്ന് നിൽക്കും. അങ്ങനെ അന്നത്തെ സുബഹി നിസ്കാരത്തിൽ പങ്കെടുത്ത ഈ മനുഷ്യൻ, ഇയാൾ വലിയ ധർമ്മിഷ്ഠനാണ്, വലിയ മുതലാളിയായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം പറ്റ പാവമായി മാറിയാണ്. ഇയാൾ പുറത്തു നിൽക്കുമ്പോൾ ഒരു സ്ത്രീ, ഒരു വിധവയായ സ്ത്രീ കുറച്ച് കുട്ടികളെ കയ്യിൽ പിടിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, ഈ ദിവസത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കണം, ഈ കുട്ടികളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് മറ്റുള്ളവരോട് ചോദിക്കൽ എങ്ങനെയെന്നും അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ഈ മനുഷ്യനാകെ വിഷമിച്ചു, കാരണം കൊടുക്കാറൊന്നും കയ്യിലില്ല. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, ഈ പെണ്ണിനെ ഈ ദിവസത്തിൽ എങ്ങനെ നമുക്ക് തിരിച്ചയക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ആ സഹോദരൻ ഈ സഹോദരിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിനുള്ളിൽ കയറി അദ്ദേഹം ധരിച്ച വസ്ത്രം വീടിന്റെ ജനലിലൂടെ പുറത്തേക്ക് ഈ പെണ്ണിന് ഇട്ടു കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഇത് കണ്ടപ്പോൾ ആ സഹോദരിക്ക് വല്ലാത്ത ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ.
ആ സമയത്ത് ആ സഹോദരി പറഞ്ഞു, സ്വർഗത്തിന്റെ വസ്ത്രം നിങ്ങൾക്ക് അല്ലാഹു നൽകട്ടെ. ഇനി അടുത്ത കാലത്ത്, ഇനിയുള്ള കാലങ്ങളിൽ മറ്റൊരുത്തന്റെ മുമ്പിലേക്ക് കൈ നീട്ടേണ്ട ഒരു അവസ്ഥ അല്ലാഹു നിങ്ങൾക്ക് എനിക്ക് ധർമ്മം ചെയ്തതിന്റെ പേരിൽ വരാതിരിക്കട്ടെ എന്ന് ദുആ നടത്തുന്ന. ധർമ്മം സ്വീകരിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനക്ക് ഭയങ്കര ഇജാബത്താണ്. അങ്ങനെ അദ്ദേഹം അന്ന് രാത്രി ദിക്റിലും സ്വലാത്തിലുമായി ആ വീട്ടിൽ വിവസ്ത്രനായി എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വസ്ത്രം ധരിക്കാതെയാണ് വീട്ടിൽ കഴിഞ്ഞുകൂടുന്നത്. അങ്ങനെ അദ്ദേഹം ഇന്നലെ രാത്രിയിൽ ഒരു സ്വപ്നം കാണുകയാണ്. ഹൂറുലീങ്ങളിൽപ്പെട്ട ഒരു സ്ത്രീ വന്ന് ആ സഹോദരിയുടെ കയ്യിൽ ഒരു ആപ്പിൾ കൊടുക്കുകയും അദ്ദേഹം അത് പൊട്ടിച്ചു നോക്കുമ്പോൾ മനോഹരമായ വസ്ത്രമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അയാൾ ചോദിക്കുന്നു, ഇത് ആർക്കുള്ളതാണ്? അപ്പൊ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള വസ്ത്രമാണ്. ഇന്നലെ ആ മുഹറം 10 ദിവസത്തിൽ ആ സഹോദരിക്ക് നിങ്ങൾ കൊടുത്ത ധർമ്മത്തിന്റെ മഹത്വം കൊണ്ട് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, എൻ്റെ പേര് ആശൂറാ എന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ സഹോദരൻ പറഞ്ഞു, പഠിച്ചോനെ, ഞാൻ ഈ കണ്ട സ്വപ്നം സത്യമാണെങ്കിൽ ഈ ദിവസത്തിൽ എന്നെ നീ മരിപ്പിക്കണേ എന്നത് വരുന്നു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് ചരിത്രം. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയും. ഇമാം നസഫി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിൽ കാണാം, കാഫിര്യങ്ങളിൽപ്പെട്ട ഒരാൾ, കാഫിര്യങ്ങൾ എന്ത് ചെയ്തു, ഒരു മുസ്ലിമായ മനുഷ്യനെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന് അവരുടെ ഒളിച്ചോടാനുള്ള ഒരു അവസരം കിട്ടിയ മുഹറം 10 ദിവസമായിരുന്നു. അപ്പൊ അന്ന് ഒളിച്ചോടാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ പിന്നാലെ അവർ കൂടിയതാണ്. അപ്പൊ അവസാനം ഇയാൾ ശത്രുക്കളെ എന്നെ പിടിക്കുമെന്ന് കണ്ടപ്പോൾ അയാൾ ഒരു പ്രാർത്ഥന നടത്തി, അല്ലാഹുമ്മ ബിഹഖി യൗമി ആശൂറാ അനജ്ജിനി മിൻഹും. ആശൂറാന്റെ മഹത്വം കൊണ്ട് പഠിച്ചോനെ അവരിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്നതായിരുന്നു ഈ പ്രാർത്ഥന. അങ്ങ് പ്രാർത്ഥിച്ച ഉടനെ ശത്രുക്കളുടെ കണ്ണിനെ അല്ലാഹു തആല കാഴ്ച നഷ്ടപ്പെടുത്തി. പിന്നെ അവർക്ക് കണ്ണ് കാണില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഇയാൾ ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടു. അതൊരു രാത്രിയിലാണ്. പിറ്റേന്ന് മുഹറം 10 പകലാണ്. അന്ന് അദ്ദേഹം നോമ്പ് നോറ്റു. നോമ്പ് തുറക്കാൻ നേരത്ത് അദ്ദേഹത്തിന് ഭക്ഷണമില്ല, ഒന്നും കഴിക്കാനൊന്നുമില്ല. അങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹം തളർന്നുറങ്ങുമ്പോൾ ഉറക്കത്തിൽ ഒരു മലക്ക് അദ്ദേഹത്തിന് അടുക്കൽ വരുന്നു. എന്നിട്ട് ബിശറാബി, വെള്ളപ്പാനീയവുമായി വരുന്നു. അങ്ങനെ അദ്ദേഹം ഉറക്കത്തിൽ തന്നെ അത് വാങ്ങി കുടിക്കുകയാണ്. അങ്ങനെ ഇത് കുടിച്ചതിന് ശേഷം അദ്ദേഹം 20 വർഷം അദ്ദേഹം ജീവിച്ചു. എങ്ങനെ? അയാൾ ആ കാലം അത്രയും വെള്ളവും കുടിച്ചിട്ടില്ല, ഭക്ഷണവും കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ഇമാം നസഫി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഇങ്ങനെ മുഹറം 10 അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ ധാരാളമാണ്. ഈ ദിവസത്തെ ബഹുമാനിച്ചുകൊണ്ട് ധർമ്മങ്ങൾ ചെയ്താൽ, ഈ ദിവസത്തെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ, ഭക്ഷണ വിശാലത ചെയ്യുമ്പോൾ അതിന് എണ്ണമറ്റ പ്രതിഫലം അല്ലാഹു തആല നമുക്ക് തരുമെന്ന് നമുക്ക് മനസ്സിന് വിശ്വാസവും ബഹുമാനമൊക്കെ വേണം. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുകയും നല്ല കാര്യങ്ങൾ ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യാം. അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു ഈ ദിവസത്തെ മുൻനിർത്തി നമ്മൾ ചോദിക്കുമ്പോൾ, ചോദിക്കാൻ നമ്മളാരും യോഗ്യരല്ലെങ്കിലും അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇതിൽ നിന്നൊരു സലാമത്ത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഇജാബത്ത് നൽകും. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ലഭിക്കുന്ന ഒരു മജ്‌ലിസായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ കബൂൽ ചെയ്യട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് ഫാത്തിഹയും കുറച്ച് സൂറത്തും കുറച്ച് ദിക്റുകളും ഉസ്താദ്മാർ നിർദ്ദേശിച്ച കുറച്ച് ദിക്റുകളും ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇശാ ജമാഅത്ത് കഴിഞ്ഞിട്ട് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടലും പിരിയലും അവൻ പൊരുത്തപ്പെട്ട ഒരു അമലാക്കി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മളിവിടെ ചൊല്ലുന്ന ദിക്റുകൾ, പ്രാർത്ഥനകൾ എല്ലാം അല്ലാഹു അതിന്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. രോഗത്തിന്റെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. പഠിച്ചോനെ, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ സഹോദരന്റെ രോഗം നീ ശിഫയാക്കണം റഹ്മാനെ. വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. നീ
നീയാണ് ഷാഫി, നീ സുഖം നൽകണേ റഹ്മാനെ. ഖൈറായ ആജിലായ ശിഫ കൊണ്ട് ആ സഹോദരനെ നീ സഹായിക്കണം റഹ്മാനെ. അതുപോലെ മറ്റൊരു സഹോദരൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹാസിലാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കാര്യം ഇവിടെ പറയുന്നില്ല. അല്ലാഹു തആല സഹോദരന്റെ ആ ഉദ്ദേശം ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. എന്ത് പ്രയാസവും നീക്കിക്കൊടുത്ത് അദ്ദേഹത്തിന്റെ പ്രതീക്ഷക്കനുസരിച്ച് ആ ഉദ്ദേശ ലക്ഷ്യത്തെ അല്ലാഹുവേ നീ സാധൂകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഈ പുണ്യ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ വലിയ സഹായം നൽകിയിട്ടുള്ള ദിവസമാണ്. ആ സഹോദരന് നാളെ നടക്കുന്ന ആ ടെസ്റ്റിൽ നല്ല വിജയം നീ നൽകണം തമ്പുരാനെ. അല്ലാഹുവേ രോഗികൾക്ക്, പ്രയാസം അനുഭവിക്കുന്നവർക്ക് സമാധാനത്തിന്റെ വഴികൾ ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി